ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴുള്ള മറ്റൊരു വീഡിയോയുമായിട്ടാണ്. ഇവിടുന്ന് പോയപ്പോഴേ കുട്ടികൾക്ക് ഞങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നു കേട്ടോ, ഗുരുവായൂർ തൊഴുത് കഴിഞ്ഞിട്ട് ആനക്കോട്ടയിൽ പോയി ആനകളെയൊക്കെ കാണിക്കാമെന്ന്. പക്ഷേ എന്താ പറ്റി അറിയാമോ, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുത് റൂമിൽ വന്ന് ലഗേജൊക്കെ പാക്ക് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേയുടെ കണക്ക് കൂട്ടലൊക്കെ ആയിട്ട് പിറ്റേ ദിവസം കുടുംബക്ഷേത്രത്തിൽ പോകണമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ലഗേജൊക്കെ പാക്ക് ചെയ്ത് വണ്ടി പോയി. ഏകദേശം 1-1.5 മണിക്കൂർ വണ്ടി ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് കുട്ടികളെ ആനക്കോട്ടയിൽ കൊണ്ടുപോയില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ ചാച്ചനും അമ്മാവനും ഒക്കെ ഞങ്ങളോട് പറഞ്ഞു, ഇത്രയൊക്കെ ഓടിയില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് തിരിച്ചു പോകണ്ട, പിന്നെ ഒരു അവസരത്തിലാവട്ടെ എന്ന്. പക്ഷേ ഉണ്ടല്ലോ, കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം എന്നുള്ളത് കണ്ണേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. കണ്ണേട്ടൻ ഭയങ്കര ഒരു ആനപ്രേമിയാണ് കേട്ടോ. കേരളത്തിലുള്ള ഏകദേശം ഏത് ആനയെക്കുറിച്ച് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നല്ല വിശദമായിട്ട് പറഞ്ഞു തരാൻ കണ്ണേട്ടനറിയാം. അത്രേ ഇഷ്ടമാണ് ആനകളെ. അപ്പോൾ കണ്ണേട്ടന് ഭയങ്കര വിഷമമായത്, മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ എന്തുവല്ല ഡിസൈഡ് ചെയ്തു, എന്തുവല്ല ഇവിടം വരെ വന്നു, കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല, ആനക്കോട്ടയിൽ പോയിട്ടേ പോകുന്നുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി കുട്ടികളുമായിട്ട് ആനക്കോട്ടയിൽ പോയി അവരെ ആനകളെയൊക്കെ കാണിച്ചു. മോനും മോളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അവർക്ക് എപ്പോഴും കിട്ടുന്നൊരു അവസരമല്ലല്ലോ ഇത്. കുട്ടികൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റിയതിൽ കണ്ണേട്ടനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തായാലും ഇത്തവണത്തെ നാട്ടിപ്പോക്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ശരി, ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.